ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ അപ്പോൾ തുരുതുര ഒരാൾ വിളിക്കണം. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, മെയ് 28 വിളിക്കണം. മെയ് 28 പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞാട്ടെ. അപ്പോൾ ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കുക, അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു അമ്മേ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള, ഇത്തരത്തിലൊരു മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മറ്റാണ് പറയുന്നത്. ആ ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മെയ് 28 ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അതിനു മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട്, തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ളതെന്ന് അവരെന്നോട് പറഞ്ഞത്. എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ. അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന, അപ്പം നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ ഒരു ദിവസം അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു. അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു, അവരെന്നെ കണ്ടിട്ടുമില്ല, 2 ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താ രാഹുൽ മാങ്കൂട്ടം, നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടണ്ട. നിങ്ങൾ റിനി ആൻ ജോർജിന്, ഞാൻ വെല്ലുവിളിക്കുന്നു റിനി ആൻ ജോർജിനെ. തൃശ്ശൂരിൽ, അതായത് തൃശ്ശൂരിൽ പരിപാടിക്ക് വന്നതാണ്, പ്രോഗ്രാമിന് വന്നതാണ്. തൃശ്ശൂരിൽ വന്നതുകൊണ്ട് ഞാൻ പാലക്കാട് നിങ്ങൾ ഉണ്ടെങ്കിൽ വന്ന് കാണാം എന്ന് കരുതി എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ആ ദിവസം റിനി ആൻ ജോർജിന് തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. യാതൊരുവിധ പ്രോഗ്രാമും തൃശ്ശൂരിൽ ആ ദിവസം റിനി ആൻ ജോർജിന് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും UDF നേതാക്കളും എല്ലാവരും താമസിച്ച ഹോട്ടലിൽ റിനി ആൻ ജോർജ് എത്തിയത് എന്തോ ഒരു അവിചാരിതമായിട്ട് എത്തിയതല്ല. നിലമ്പൂരിൽ വരേണ്ട ഒരു ആവശ്യവും റിനി ആൻ ജോർജിന് ഉണ്ടായിട്ടില്ല. ഒരു പ്രോഗ്രാമും ഒരു കാരണവും നിലമ്പൂരിൽ വരാനുണ്ടായിരുന്നില്ല. എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. മനസ്സിലായില്ലേ? ഞാൻ റിനി ആൻ ജോർജിനെ വെല്ലുവിളിക്കുന്നു. ഈ നിലമ്പൂരിൽ വന്നതും പാലക്കാട്ട് വന്നതും, തൃശ്ശൂരിൽ പരിപാടിയുണ്ടെന്ന് പറഞ്ഞ് പാലക്കാട്ട് വന്നത്, വീട്ടിൽ നിന്നിറങ്ങിയത് തൃശ്ശൂരിൽ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ തൃശ്ശൂരിൽ പരിപാടി ഉള്ളത് കൊണ്ടല്ല വീട്ടിൽ നിന്നിറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലക്ഷ്യം പാലക്കാട്ട് വന്ന് രാഹുലിനെ കാണണമെന്നായിരുന്നു. നിലമ്പൂര ഹോട്ടലിൽ അവിചാരിതമായിട്ട്, അപ്രതീക്ഷിതമായിട്ട്, ഒരു പെട്ടെന്നുണ്ടായ ഏതോ ഒരു സാന്ദർഭികമായിട്ട് എവിടെ നിന്നോ പൊട്ടിമുളിച്ചൊരു കണ്ടുമുട്ടലല്ല, വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് രാഹുൽ അവിടെ ഉണ്ട് എന്നുള്ള കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ് അവിടെയാണ് തങ്ങുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രചരണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം നിറസാന്നിധ്യമാണെന്നറിഞ്ഞ് തങ്ങുന്ന ഇടം കൃത്യമായി മനസ്സിലാക്കി വളരെ പ്ലാൻ ചെയ്ത് തന്നെയാണ് റിനി ആൻ ജോർജ് അവിടെ വന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം രാഹുലിനെ കാണണം. ഈ പാലക്കാട്ട് ഞാൻ തൃശ്ശൂരുണ്ട് പരിപാടിക്ക് വന്നതാണ് എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. വിളിക്കുമ്പോൾ ശരി തന്നെയാണ്, തൃശ്ശൂർ തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് തൃശ്ശൂർ വീട്ടിൽ നിന്ന് ഇറങ്ങി തൃശ്ശൂർ എത്തുമ്പോൾ രാഹുലിനെ ഇങ്ങനെ വിളിക്കണം. എന്നിട്ട് രാഹുലിനോട് പറയണം, രാഹുലേ ഞാൻ തൃശ്ശൂരുണ്ട്, ഒരു പ്രോഗ്രാമിന് വന്നതാണ്, നിങ്ങൾ പാലക്കാടുണ്ടോ, ഒന്ന് കാണാൻ കഴിയോ എന്ന് ചോദിക്കണം തൃശ്ശൂരിൽ വെച്ച്. അപ്പം അതിനു മുമ്പ് ഇനി ഉറപ്പിച്ചിരുന്നു താൻ തൃശ്ശൂർ എത്തുമ്പോഴും ഇനി അത് കഴിഞ്ഞുള്ള സമയത്തും രാഹുൽ പാലക്കാട്ട് തന്നെ ഉണ്ടാകും. അതിനുവേണ്ടി രാഹുലിൻ്റെ അന്നത്തെ എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ട് എന്നൊക്കെ മുൻകൂട്ടി റിനി വളരെ കൗശല ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിനിപ്പോൾ തൃശ്ശൂരിലെ ആണെങ്കിലും ശരി, നിലമ്പൂരിലെ ആണെങ്കിലും ശരി. അപ്പോൾ റിനി ഇത്തരത്തിൽ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രാപ്പിലാക്കുകയായിരുന്നു. രാഹുലിന് അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. രാഹുലിന് ഈ ട്രാപ്പ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. രാഹുൽ ഇപ്പോൾ പറയുന്നുണ്ടല്ലേ, തൃശ്ശൂർ ഒരു പ്രോഗ്രാമിന് വന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ആ പ്രോഗ്രാമിന് വന്നു എന്ന് പറഞ്ഞതിൽ പോലും രാഹുലിനൊരു സംശയം തോന്നിയിട്ടില്ല. കാരണം രാഹുൽ വിശ്വസിച്ചു പോയി, കണ്ണടച്ച് വിശ്വസിച്ചു പോയി. അതാണ് രാഹുലിന് പറ്റിയ അബദ്ധവും അതാണ്. രാഹുല് എന്ത് കണ്ടാലും കണ്ണടച്ച് വിശ്വസിച്ചു പോയി. അത് തന്നെയാണ് രാഹുലിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ
രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ഇന്റർവ്യൂ പുറത്തു വന്നതിൽ പിന്നെ ഈ പറയുന്ന തൃശ്ശൂരിൽ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച്, പ്രോഗ്രാമിന് വന്നതാണെന്ന് പറഞ്ഞ് വിളിച്ച്, നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ കാണാൻ കഴിയുമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ച് രാഹുലിനെ പാലക്കാട്ട് കണ്ട ദിവസത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അന്ന് റിനി ആൻഡ് ജോർജിന് തൃശ്ശൂരിലോ ഈ പറയുന്ന അന്നത്തെ ദിവസം തന്നെ ഒരു പ്രോഗ്രാമിലും ഒരു പരിപാടിയിലും റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം പോയിട്ട് ഇനി അതല്ലാത്ത വേറെ പേഴ്സണലായിട്ടുള്ള വല്ല കാര്യങ്ങളോ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? ഒന്നാമത്തെ കാര്യം, റിനി ആ യാത്ര തുടങ്ങിയത് രാഹുലിനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു. അപ്പം അതിനിടയിലെ പ്ലാനുകളായിരുന്നു ഇത്. എന്ത്? രാഹുലിനെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നതാ, അല്ലെങ്കിൽ രാഹുൽ കരുതരുത് എന്ത് റിനി എന്നെ കാണാൻ വേണ്ടി പറവൂരിൽ നിന്ന് പാലക്കാട് വരെ വന്നു എന്നുള്ളത് രാഹുൽ മനസ്സിലാക്കരുത് എന്നതിന് വേണ്ടിയിട്ട്. അത് അങ്ങനെ ചിന്തിക്കാനുണ്ടായ കാരണം ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് പിന്നിലൊക്കെ റിനിക്ക് ദുരുദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിനി എല്ലാം വളരെ അവിചാരിതമായിട്ട് സംഭവിക്കുന്നത് പോലെ, അൺപ്ലാനഡ് ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത് പോലെ വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ റിനി നടത്തിക്കൊണ്ടിരുന്നത്. അതെന്തിനാ വെച്ചാൽ ഈ റിനിക്ക് ഈ ഓരോ കൂടിക്കാഴ്ചകളും ഓരോ സംസാരങ്ങളും ഓരോ പ്രവൃത്തികളും റിനിക്ക് വലിയ ഉദ്ദേശങ്ങൾ, ദുരുദ്ദേശങ്ങൾ പിന്നിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ റിനിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് രാഹുലിന് മനസ്സിലാകരുത്, രാഹുലിന് യാതൊരുവിധ സംശയവും തോന്നരുത്. അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ എല്ലാ കൂടിക്കാഴ്ചകളും ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ എന്തോ ഒരു പെടുന്നനെ സംഭവിക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ റിനി ഓരോ കൂടിക്കാഴ്ചകളിലും അല്ലെങ്കിൽ ഓരോ മെസ്സേജുകളിലും വിളികളിലും എല്ലാം അങ്ങനെ ഒരു സ്പോണ്ടേനിയസ്, ഒരു പെടുന്നനെ ഉണ്ടാവുന്ന കൂടിക്കാഴ്ച, അല്ലെങ്കിൽ എന്തോ ഒരു അവിചാരിതമായ ഒരു കോൾ, അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ സുഖാണോ എന്ന് ചോദിക്കാൻ വിളിക്കുന്ന പോലെയുള്ള കോളുകൾ. അപ്പോൾ ഓരോ നീക്കങ്ങളും റിനി അത്രമാത്രം വെൽ പ്ലാൻഡ് ആയിരുന്നു റിനിയുടെ ഭാഗത്ത്. പക്ഷേ രാഹുലിനാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനും പറ്റിയില്ല. അതാ എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം രാഹുലിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? വളരെ മൂർച്ചയുള്ള വാക്കുകളുള്ള വ്യക്തി, വളരെ ഷാർപ്പായ നിലപാടുകളുള്ള വ്യക്തി, നട്ടല് വളക്കാത്ത വ്യക്തി, ആർജവമുള്ള വ്യക്തി, ഭയമില്ലാത്ത വ്യക്തി, ആശങ്കകളില്ലാത്ത വ്യക്തി അല്ലേ? അങ്ങനെയല്ലേ അയാളുടെ പൊതുജീവിതത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്? അയാളുടെ പ്രവർത്തനങ്ങളാവട്ടെ, അയാളുടെ വാക്കുകളാവട്ടെ, അയാളുടെ സംസാരങ്ങളാവട്ടെ എല്ലാം വളരെ കൃത്യമായിരുന്നു, വളരെ കണ്ണിങ് ആയിരുന്നു. ഒരു പഴുത് പോലും ശത്രുക്കൾക്ക് ഇട്ടുകൊടുക്കാതെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു രാഹുല്. പക്ഷേ രാഹുൽ എങ്ങനെ ഈ ട്രാപ്പിൽ വീണു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ തൃശ്ശൂരിൽ റിനി പറവൂരിൽ നിന്ന് ഇറങ്ങുന്നു, തൃശ്ശൂരിൽ വരുന്നു, തൃശ്ശൂരിൽ എത്തിയിട്ട് പറവൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാഹുലിനെ വിളിച്ചില്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പറവൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കുമായിരുന്നു. ഏത്? ഞാൻ ഈ ദുരുദ്ദേശങ്ങളുണ്ടെന്ന് പറയുന്നതിന് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. പറവൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിനെ തലേ ദിവസവും രാഹുലിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാമിന് വരുന്നുണ്ട്, നിങ്ങൾ പാലക്കാട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വരാം, ഒന്ന് മീറ്റ് ചെയ്യാം, കാണാം, സൗഹൃദം പുതുക്കാം എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. പെടുങ്ങനെ തൃശ്ശൂരിൽ നിന്ന് റിനിയുടെ കോള് വരുന്നു. അപ്പോൾ റിനി എവിടെയാണുള്ളത്? തൃശ്ശൂരിലാണുള്ളത്. പ്രോഗ്രാമിന് വന്നതാണെന്ന് പറയുന്നു. അന്ന് പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പേഴ്സണൽ മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ പറയുന്നത് പേഴ്സണൽ മാറ്റർ എന്ന് പറഞ്ഞാൽ മേ ബി എന്തെങ്കിലും കല്യാണം, മരണം, അല്ലെങ്കിൽ ഹൗസ് വാമിങ്, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ്, ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ റിനിക്ക് തൃശ്ശൂരിൽ വരേണ്ട ഒരു കാര്യവും ഉണ്ടായില്ല. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതേണ്ട വല്ല സ്റ്റേജ് പ്രോഗ്രാം അല്ലെങ്കിൽ വലിയ നടിയാണെന്നല്ല പറയുന്നത്. ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഒന്നുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ റിനിയുടെ കോള് വരുന്നു. ഫോൺ എടുത്തപ്പോൾ തൃശ്ശൂരിലാണുള്ളത് എന്ന് പറയുന്നു. നിങ്ങൾ പാലക്കാടുണ്ടോ? ഉണ്ട്. എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം, മീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. MLA ഓഫീസിലേക്ക് വന്നോളൂ. ശരി, വന്നു, കണ്ടു, സൗഹൃദം പുതുക്കി, പിരിഞ്ഞുപോയി. ഇതേ സംഭവം തന്നെ എവിടെ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ. നിലമ്പൂരിലേക്ക് റിനി ആൻഡ് ജോർജിന് പോകേണ്ട ഒരു കാര്യവും ഉണ്ടായിട്ടില്ല, ഒരു പ്രോഗ്രാമും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. പോകുന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും, ആരെങ്കിലും മീറ്റ് ചെയ്യാനുണ്ടാകും, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, ജോലി സംബന്ധമായ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, അല്ലേ?
അല്ലെങ്കിൽ ആരോഗ്യപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. മേ ബി കുടുംബ ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പിലുള്ള എന്തെങ്കിലും ബന്ധത്തിലുള്ള അടുത്ത ബന്ധങ്ങളിലോ വല്ല കല്യാണങ്ങളോ മരിപ്പോ മരണമോ ഇനി പാലുകാച്ചലോ എന്തുമാവാം അല്ലേ? അങ്ങനെ നമ്മൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുന്നതാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്. പക്ഷെ ഇങ്ങനെ ഒരു കാരണവുമില്ല. അപ്പൊ രാഹുലിനോട് റിനി ആൻഡ് ജോർജ് പറഞ്ഞ എല്ലാ കാരണങ്ങളും പച്ച നുണയായിരുന്നു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പച്ച നുണകൾ പറഞ്ഞത്? കാരണം റിനിക്ക് എല്ലാം ഒരു സ്പോണ്ടേനിയസ് ആയിട്ട്, ആക്സിഡന്റലി, അവിചാരിതമായിട്ട്, യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെ എന്ന് വരുത്തി തീർക്കാനുള്ള അങ്ങനെ ഒരു ശ്രമമായിരുന്നു റിനിയുടേത്. അത് അങ്ങനെ ശ്രമിക്കുന്നത് ഇപ്പോൾ ഞാൻ രാഹുലിനെ കാണാൻ വേണ്ടി പറവൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വന്നു എന്ന് രാഹുൽ മനസ്സിലാക്കുന്നത്, അതിലെന്താണ് കുഴപ്പം? അതിലൊരു കുഴപ്പമുണ്ട്. അതാണ് ആ കുഴപ്പമാണ് റിനിയുടെ ദുരുദ്ദേശം എന്ന് പറയുന്നത്. റിനിയിലെ ഉള്ളിലുണ്ടായ അജണ്ടകൾ, ഞാൻ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വേട്ടയ്ക്ക് പിന്നിലുണ്ടായ ഗൂഢാലോചനകൾ, ആ ഗൂഢാലോചനകളാണ് റിനിയുടെ ഉള്ളിലുണ്ടായിരുന്നത്, അജണ്ടകളാണ് ഉള്ളിലുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ അജണ്ടകൾ പ്രകാരമാണ്, ആ അജണ്ടകൾക്കനുസരിച്ചായിരുന്നു റിനി ആൻഡ് ജോർജ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. റിനി ആൻഡ് ജോർജിന് രാഹുലിനോടുണ്ടായിരുന്നത് പ്രണയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് റിനി ആൻഡ് ജോർജിനുണ്ടായിരുന്നത് പ്രണയമല്ല, അത് ഫ്രണ്ട്ഷിപ്പാണ്. അത് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ തരം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ. അത് എന്നെ കേൾക്കുന്ന പലർക്കും അത് മനസ്സിലായിക്കൊള്ളുന്നില്ല, ചിലർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലവ് ഉണ്ട്, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതിപ്പോൾ പുതുതായിട്ട് രൂപം കണ്ട ഒരു റിലേഷൻഷിപ്പാണ്, ഒരു ബന്ധമാണ് ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്. ആ ഒരു രീതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്. എന്നാൽ റിനിക്കുണ്ടായിരുന്നത് പ്രണയമാണ്. റിനി തൻ്റെ കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞത് പ്രണയമായിരുന്നു എന്നാണ് എല്ലാവരോടും പറഞ്ഞതും. അവിടെ ചില കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ റിനിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു, ചിലരെയൊക്കെ ഞങ്ങൾ ഇപ്പോഴും പ്രണയത്തിലാണ് എന്ന് അറിയിക്കാനുള്ള ചില കാര്യങ്ങൾ റിനി ആൻഡ് ജോർജിന് വേണമായിരുന്നു. അതിനുവേണ്ടിയാണ് റിനി ആൻഡ് ജോർജ് ഇത്തരത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് യാദൃശ്ചികമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ എന്ന് രാഹുൽ ധരിക്കുന്നത് പോലെയുള്ള, എന്നാൽ പുറമെ നിന്ന് കാണുന്ന ഒരാൾക്ക് അവരിപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിലാണ് എന്ന് തോന്നിക്കും വിധമുള്ള ചില സംഭവങ്ങളും ചില നീക്കങ്ങളും റിനി ആൻഡ് ജോർജ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതാണ് ഞാൻ പറയുന്ന ഈ ഗൂഢാലോചന എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. ഈ സെക്കൻഡും അയാൾക്കത് മനസ്സിലായിട്ടില്ല. ഈ തൃശ്ശൂരിൽ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് രാഹുലിന് മനസ്സിലായിട്ടില്ല. നിലമ്പൂരിൽ വന്നത് യാദൃശ്ചികമാണെന്ന് പറഞ്ഞതും രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലായിട്ടില്ല. ഒന്നും യാദൃശ്ചികമായിരുന്നില്ല, ഒന്നും സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിച്ചതല്ല, ആക്സിഡന്റലി സംഭവിച്ചതല്ല. എല്ലാം വളരെ പ്ലാനഡ് ആയിരുന്നു, വെൽ പ്ലാനഡ് ആയിരുന്നു, കൃത്യമായിരുന്നു. റിനിയുടെ പ്ലാനുകളെല്ലാം വളരെ കൃത്യമായി സക്സസ്ഫുള്ളായി എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.